ഹായ്, സുഖല്ലേ? എനിക്കും അതെ കേട്ടോ. ഇന്ന് ഞാൻ പാലക്കാടിൻ്റെ സ്പെഷ്യൽ സേവയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. 3 ടൈപ്പ് സേവ, നല്ല പച്ചമുളക് ചട്നിയും കൂടി. വരും, നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്കിതിൽ ഏത് സേവ കൂടുതൽ ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്കിവിടെ 1 കപ്പ് പുഴുങ്ങലരി എടുക്കണം. അതൊരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായി കുതിർത്തിട്ട് ഒട്ടും തരിയില്ലാതെ അരയ്ക്കണം കേട്ടോ. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കണം. നമുക്കറിയാലോ, ഇടിയപ്പത്തിന് നൂൽപുട്ടിനൊക്കെ പച്ചരി ആക്കില്ല, പൊടിയാണ് ഇപ്പം എല്ലാവരും ഉണ്ടാക്കുക. പക്ഷേ ഈ സേവയ്ക്ക് നമുക്ക് പുഴുങ്ങലരി തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തരിയില്ലാതെ ഇതുപോലെ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നല്ലോണം വെള്ളം മിക്സ് ചെയ്യണം. നമ്മുടെ പാലോ അല്ലെങ്കിൽ സംഭാരോ ഒക്കെ അല്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വെള്ളം വേണം കേട്ടോ ഇതിന്. എന്നിട്ട് ഇതിനെ നല്ല ചൂട് കട്ടിയുള്ളൊരു ചീഞ്ചട്ടിയിൽ വെച്ച് ഇതിനെ നമുക്ക് ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ചിലവർ നെയ്യൊക്കെ ഒഴിക്കും, പക്ഷെ നെയ്യ് ഒഴിക്കേണ്ട കേട്ടോ, വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. അപ്പോൾ ഒരു 2 വലിയ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഇതിനെ കട്ട പിടിക്കാതെ കൈ വിടാതെ ഇതുപോലെ ഇളക്കിക്കോളൂ കേട്ടോ. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ വെള്ളം മുഴുവൻ വറ്റിച്ചിട്ട് നമുക്കിത് ഇറക്കി വയ്ക്കാം. ഞാനിവിടെ ക്യാരറ്റ് സേവ, നാരങ്ങ സേവ, നാളികേര സേവയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കോക്കനട്ട് സേവ, ക്യാരറ്റ് സേവ, ലെമൺ സേവ. ഇനി ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, നിങ്ങൾക്കറിയാലോ നമ്മളെങ്ങനെ നൂൽപുട്ടിനൊക്കെ ചെയ്യുക ഇടിയപ്പത്തിനെന്ന്, അതുപോലെ തന്നെ. പക്ഷേ ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ കുഴച്ച മാവിന് നമുക്കിനി ആദ്യം ഒന്നും കൂടി വേവിക്കണം, ആവി കയറ്റണം. അപ്പോൾ ഇതുപോലെ വലിയ വലിയ കുഴക്കട്ട പോലെ ഇതിനെ പിടിച്ചിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് നമുക്കതൊരു 10 മിനിറ്റ്, അധികം വെക്കേണ്ട, ഹാർഡായി കഴിഞ്ഞാൽ പീച്ചാൻ വേണ്ടി കുറച്ച് പാടാവും. മാക്സിമം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ. അപ്പം ഞാനതിനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആ ഉരുട്ടിയ മാവിനെ മുഴുവൻ ഒരു 10 മിനിറ്റ് ആവി കയറ്റി വേവിച്ചെടുത്തിട്ട് കേട്ടോ. ഇപ്പോൾ നോക്കൂ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, ഒരുപാട് ഹാർഡാവരുത്. അപ്പോൾ നമുക്കത് സേവനാഴിയിലിട്ട് പീച്ചാൻ കുറച്ച് പാടാവും. അപ്പോൾ ഇതുപോലെ സോഫ്റ്റായിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഇനി നമ്മുടെ അടുത്ത് വലിയ സേവനാഴിയൊന്നുമില്ല, പണ്ട് വീട്ടിലൊക്കെ ആണെങ്കിൽ വലിയ സേവനാഴി ഉണ്ടായിരുന്നു. ഞാൻ നമ്മുടെ സാധാരണ സേവനാഴിയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കണത് കേട്ടോ. ഇതതുപോലെ നമുക്ക് എത്ര ഈസി ആയിട്ടാണ് പീച്ച് എടുക്കാൻ പറ്റണതെന്ന്. അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് പീച്ചെടുക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ ഇതുപോലെ നന്നായിട്ട് പീച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സേവ സാധാരണ നൂൽപുട്ട് വേവിച്ചെടുക്കണ പോലെ തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമുക്ക് 3 തരം സേവ ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കി വെക്കാം. അപ്പം അതിന് വേണ്ടി ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് നന്നായിട്ട് പൊടിയായിട്ട് കുനുകുനാന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4-5 പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. ഈ എടുക്കുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ 3 സേവയ്ക്കും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു ബൗള് ചീവിയ ക്യാരറ്റ്, കുറച്ച് ചെറുതായി മുറിച്ച സവാള, ഒരു നാളികേരം ചെരുവിയത് 1 കപ്പ് കേട്ടോ. ഇത് 3 എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വറുത്തിടാൻ കുറച്ച് സാധനങ്ങളും കൂടി വേണം നമുക്ക്. അപ്പോൾ ഇത് നമ്മളുടെ സേവയൊക്കെ ഇതൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, ഒട്ടാതെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചട്നി അരയ്ക്കാം, അതൊന്ന് ചൂടാറട്ടെ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നാളികേരം ചെരുവിയതിൽ ഒരു 3 പച്ചമുളക് കുറച്ച് കൂട്ടിയിട്ടുള്ളൂ, നല്ല ടേസ്റ്റാണ് എരിവുള്ളത്. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ, ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് സാധാരണ ചട്നി അരയ്ക്കണ പോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് പച്ചമുളക് ചട്നിയാണ് നല്ലത്, പച്ചമുളക് ചട്നി ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ ചട്നി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആറിയ നമ്മളുടെ നൂൽപുട്ടൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ നൂൽപുട്ടൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ വറുത്തിടാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം കേട്ടോ. ഇതിന് എല്ലാത്തിനും കൂടി വറുത്തിടാൻ ഇത്രയും സാധനമാണ് വേണ്ടത്. കുറച്ച് ഉഴുന്നുപരിപ്പ്, കുറച്ച് കടലപ്പരിപ്പ്, കടുക്, പച്ചമുളക് ഓൾറെഡി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ചട്നി വറുത്തിടാം കേട്ടോ. പിന്നെ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ചീഞ്ചട്ടിയിൽ ചൂടാക്കിയിട്ട് കടുകും കറിവേപ്പിലയും, വേണമെങ്കിൽ വറ്റൽമുളക് ഇട്ടോളും, ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ അതും കൂടെ നമ്മുടെ ചട്നിയിലേക്ക് വറുത്ത് കൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ക്യാരറ്റ് സേവ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണേ, ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണം കേട്ടുള്ളൂ. അപ്പോൾ അതിന് എണ്ണ ചൂടാക്കുമ്പോൾ ആദ്യം കുറച്ച് കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, കടുക്, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, വറ്റൽമുളക്, ഇതൊന്നൊക്കെ കുറേശ്ശെ ഇട്ടാൽ മതിയിട്ട്, നമുക്ക് വേറെ 2 ഉണ്ടാക്കാനുണ്ടല്ലോ. നിങ്ങൾ 1 ഉണ്ടാക്കണോ എന്ന് വെച്ചാൽ അങ്ങനെ ഇട്ടുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ 3 കാണിക്കണ്ടേ. അപ്പോൾ എല്ലാം കുറേശ്ശെയാണ് കേട്ടോ ഇടുന്നത്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, കുറച്ച്
ക്യാരറ്റ് ചെരുവിയത് ഇതിൽ മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്രയാണോ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. പിന്നെ കറിവേപ്പില ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മുരിയായിട്ട് നന്നായിട്ടൊന്ന് ഉള്ളി ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് 1-2 സ്പൂൺ നമ്മുടെ തേങ്ങ ചെരുവിയത്, നാളികേരം ചെരുവിയതും കൂടി ഇട്ടോളൂ കേട്ടോ. ഇത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണേ, അതാണ് ടേസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച സേവ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് യോജിപ്പിച്ച് മിക്സ് ചെയ്യുക. നമ്മുടെ ക്യാരറ്റ് സേവ റെഡിയായി കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ വീഡിയോന് വേണ്ടിയിട്ടല്ലേ ഇത് 3 ഒന്നിച്ച് കാണിക്കണം. നമ്മൾ വീട്ടിൽ ഒന്നിച്ച് 3 ഉണ്ടാക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ സേവ ഉണ്ടാക്കി നല്ല ടൈറ്റായി ഡബ്ബയിൽ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചോളൂ. കുട്ടികൾക്കൊക്കെ ആവശ്യത്തിനനുസരിച്ച് അത് ഉണ്ടാക്കി കൊടുക്കാമല്ലോ, ഡബ്ബയിൽ സ്കൂളിൽ ലഞ്ച് ബോക്സിലേക്കൊക്കെ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് സേവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നാളികേര സേവ ഉണ്ടാക്കാം കേട്ടോ, കോക്കനട്ട് സേവ. അതിനും ഇതേ സെയിം തന്നെയാണ്, ക്യാരറ്റ് ഇല്ലാന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കുക, കടുക്, നമ്മുടെ കറിവേപ്പില, മുളക്, ഉണക്കമുളക്, പിന്നെ നമ്മുടെ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, പിന്നെന്താ പച്ചമുളക്, നമ്മുടെ സവാള. ഇതിൽ നമ്മൾ ക്യാരറ്റ് ചേർത്തില്ല. പിന്നെ ആവശ്യത്തിന് തേങ്ങയും കൂടി ചേർത്ത്, നാളികേരം ചെറിയതും കൂടി ചേർത്തിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ സേവയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോക്കനട്ട് സേവ, നാളികേര സേവ കൂടി റെഡിയായി കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള, ഞാൻ എല്ലാം കുറച്ചാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത്, വീഡിയോന് വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഞാൻ ചേർത്തി കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചെയ്തോളൂ. നമ്മളുടെ നാളികേര സേവ ഇതാ റെഡി ആയിട്ട് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലെമൺ സേവ. ലെമൺ സേവയ്ക്ക് ടേസ്റ്റ് കൂടാൻ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എണ്ണ ചൂടാക്കുമ്പോൾ ആദ്യം കുറച്ച് കപ്പലണ്ടി, നിലക്കടല ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ കടലപ്പരിപ്പ്, പിന്നെ നമ്മുടെ ഉഴുന്നുപരിപ്പ്, കടുക്, വറ്റൽമുളക്, പച്ചമുളക്, നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇതെല്ലാം നമ്മൾ ആദ്യം ചേർത്തില്ലേ, അതെല്ലാം ഇതിലേക്ക് ചേർത്തണം. കറിവേപ്പില, നാളികേരം, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ, ഇത് ലെമൺ സേവയില്ല, നാരങ്ങ സേവയില്ല. അപ്പോൾ എന്തായാലും നാരങ്ങ വേണമല്ലോ. അപ്പോൾ നാരങ്ങ നീരിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചോളൂ. ഇത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. നേരെ അതിൽ പിഴിഞ്ഞൊഴിക്കേണ്ട, ഇതുപോലെ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി നേരിട്ട് അതിലിടണ്ട കേട്ടോ സേവയിൽ. ഇനി നമുക്കിതിലേക്ക് സവാളയും നമ്മുടെ നാളികേരം കൂടി ചേർത്തി ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തി കൊടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇതിലൊരു സീക്രട്ട് സാധനം കൂടി ചേർത്തണമെന്ന്, കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സേവ കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ നീരില്ലേ, മഞ്ഞൾപ്പൊടി കലക്കിയത്, അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഈ നാരങ്ങ നീരിലിട്ട് കലക്കിയിട്ട് ഒഴിച്ചാലും മതി. ഞാനത് നേരിട്ട് ഉപ്പ് അതിലിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ സേവയിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതനുസരിച്ചിട്ട് വേണം കേട്ടോ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സീക്രട്ട് കൂടി ചേർത്തി കൊടുക്കാം കേട്ടോ. സീക്രട്ട് ഇതാണ്, ഒരു വലിയ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്തി കൊടുക്കണം കേട്ടോ. അത് ചേർത്താൻ മറക്കരുത്. ഇത് ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ബാലൻസ് ആവുക, പുളിയും ഉപ്പും മധുരവും ഒക്കെ ആയിട്ട്. ഈ 3 സേവയും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അവർക്ക് നല്ല ഇഷ്ടമാവും. അവരുടെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ നല്ലൊരു ഇതാണ്. നമുക്കും രാത്രി ഡിന്നറിനാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അത് നല്ലതാണ്. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ പച്ചമുളക് ചേർത്തിയ ചട്ടിൻ്റെ കൂടെ കഴിച്ചു നോക്കൂ കേട്ടോ. നിങ്ങൾക്കത് ഇതിൽ ഏതാണ് കൂടുതൽ ഇഷ്ടമായത്, നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. നമ്മുടെ വീട്ടിലൊക്കെ വലിയ സേവനാഴിയില്ലേ നാട്ടിലൊക്കെ, അതല്ലാതെ നമ്മുടെ വീട്ടിലുള്ള ചെറിയ സേവനാഴി കൊണ്ട് നമുക്കത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പുഴുങ്ങലേരി ഇടണമെന്ന് മാത്രം. പുഴുങ്ങലേരി കൊണ്ടാണ് കേട്ടോ നമ്മുടെ പാലക്കാടൻ സേവ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നിങ്ങൾ മറക്കില്ല എന്ന് എനിക്കറിയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സേവ ഇതിലേതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നമുക്ക് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ഇത് ഉണ്ടാക്കി നോക്കണേ, കുട്ടികൾക്ക് എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. വീട്ടിലുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടമാവും, ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.